എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് നല്ല കുഴുവ കറിയാണ്. നന്നായി മുളകിട്ട് ഉപ്പിട്ട് വറ്റിച്ച കറി. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് മൺചട്ടി എടുക്കാം. നല്ല മൺചട്ടി എടുക്കുക. ഇതിലാകുമ്പോഴത്തേനും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് മൺചട്ടിയിലേക്ക് ഒരു അര കഷ്ണം സവോള കുനുകുനുന്നനെ അരിഞ്ഞിടുക. അതിലേക്ക് ഒരു 3 കഷ്ണം വെളുത്തുള്ളി പീസാക്കിയിട്ട് ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചതച്ച് ഞാനിതിലേക്ക് യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ നാടൻ പച്ചമുളകാണ്. ഈ നാടൻ പച്ചമുളക് 2 ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ കുടപ്പുളി അതും നമുക്കിവിടെ ഉണ്ടായത് തന്നെയാണ്. നന്നായി കഴുകിയിട്ട് അതും ഇതിലിടാം. പിന്നെ നമുക്കിതിൽ ചേർക്കാനുള്ളത് പൊടികളാണ്. നമുക്ക് മുളക് പൊടി ഒരു ടീസ്പൂണ് നമുക്കിതിലിടാം. ഈ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് ഇന്നത് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടി ഞാൻ അതിൽ ചേർത്തു. അതിനുശേഷം ഉപ്പ് ഞാൻ ഒരു ടീസ്പൂണിൻ്റെ പകുതിയോളം ചേർത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കുറച്ചുകൂടെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത്ര ഇട്ടതിന് ശേഷം മുളക് പൊടി കുറച്ച് പോരായ്മ തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു അര ടീസ്പൂൺ കൂടെ അതിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് 2 അല്ലി വേപ്പില ഞാൻ അതിലിട്ടു. പിന്നെ ഒരു തക്കാളി നന്നായി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ തക്കാളി നമുക്കിതിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ നല്ലതാണ്. പിന്നെ തക്കാളിയുടെ ഒരു രുചിയും കൂടെ അതിലേക്ക് ചേരും. അങ്ങനെ ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായി ഇതിനെ തിളപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചധികം നേരം തന്നെ തിളപ്പിക്കണം. പിന്നെ ഞാൻ ആ പൊടികളിട്ട സമയത്ത് മഞ്ഞൾപ്പൊടി ഇടേണ്ട കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടപ്പോഴാണ് അതിനൊരു കളറ് വന്നത്. അപ്പോൾ ഞാനതും കൂടെ യോജിപ്പിച്ചു. ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കിയതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തു, തീ കത്തിച്ചു. അങ്ങനെ ഇത് നമ്മൾ നന്നായി തിളപ്പിക്കുക. പിന്നെ ഈ കൊഴുവ എന്നുള്ള മീന് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികം തന്നെ വലിപ്പം ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞു മീനായതുകൊണ്ട് നമുക്കത് വേവാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അതിട്ട് വേവിക്കണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് മുള്ളും അതിൻ്റെ മാംസവും എല്ലാം കൂടി സെപ്പറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് പരമാവധി വെള്ളമൊക്കെ വെള്ളം നമ്മുടെ ആ പൊടികളും ഉപ്പും പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിന് മാത്രം നമുക്ക് കുറച്ചധികം നേരം തിളപ്പിച്ച് വെക്കണം. ഇത് അതിൽ കിടന്നിങ്ങനെ തിളച്ചൊരു വിധം വറ്റാറാവുന്ന നേരത്തെ നമുക്ക് മീൻ അതിലേക്ക് ഇടേണ്ട ഇതുള്ളൂ. വറ്റുന്നതിൻ്റെ ഒരു കുറച്ച് മുമ്പായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അതുവരെ ആ വെള്ളം അതിൽ എല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ. അതുവരെ നമ്മൾ അത് തിളപ്പിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരുവിധം അത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ കൊഴുവ അതിലേക്ക് ഇട്ടു. ഞങ്ങളിവിടെ അംഗസംഖ്യ വളരെ കുറവാണ്, 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മീനാണ് ഉള്ളൂ, അതാണ് ഇട്ടിട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മൾ അതിലേക്ക് ഇട്ട് ഒരുമിച്ച് ഒന്നുകൂടെ നന്നായി ഇളക്കി അത് വേവിക്കുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ കാണുമ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തണം. പല സ്ഥലത്തും പല ജില്ലകളിലും പല രീതിയിലാണ് നമ്മളുടെ ഓരോ കറികളും തയ്യാറാക്കുന്നത്. അപ്പം നിങ്ങളുടെ ഭാഗങ്ങളിൽ എങ്ങനെയാണ് വെക്കുക എന്നുള്ളത് ഇതിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ കറി പോലെ തന്നെയാണോ അതോ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ എനിക്ക് കൂടെ അറിയാൻ നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊക്കെ പറയുക. അങ്ങനെ നമ്മുടെ മീൻ ഒരുവിധം വറ്റി ഇത്രയും കളറിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ചുമപ്പ് കളറിൽ നിന്നേനെ. അതിനുശേഷം ഞാനിതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ കറിനെ പാചകം ചെയ്യുന്നത്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഞാനൊരു ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിലും ഉള്ളി കാച്ചിയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞാനിവിടെ ഇതാണ് ഉപയോഗിച്ചത്. അതിനുശേഷം നല്ല
കറിവേപ്പില 2 തണ്ട് അതിലേക്ക് കാണാനൊരു ഭംഗിയും കൂടിയാവും, അതിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. വെളിച്ചെണ്ണയും വേപ്പിലയും കൂടി ആകുമ്പോൾ നല്ല സ്മെല്ല് ഒരുമിച്ചുണ്ടാവും. അങ്ങനെ ഞാൻ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വെക്കുന്നുണ്ട്. ഞാൻ തീ ഓഫാക്കി ആ വെളിച്ചെണ്ണയും അതും കൂടെ അതിലൊന്ന് പിടിക്കുന്നവരെ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ ഗുഡ് ബൈ.